വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലേ? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നന്ദഗോവിന്ദം ഭജൻസ്. ഞാനൊരു പാലക്കാട് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വളരെ കുറച്ച് സമയം മാത്രം കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് അവരുടെ പാട്ട്. ഡയറക്റ്റായിട്ട് കേട്ടോ. ഈ കേൾക്കുന്നവരും ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മ്യൂസിക്കിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് കേട്ട് ആസ്വദിച്ച് കേൾക്കണം എന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ഭജന ഗ്രൂപ്പാണ് അവരുടെ. ഇപ്പോൾ അവരുടേമാതിരി കോപ്പി ചെയ്തിട്ട് വേറെ പലരും പെൺകുട്ടികൾ ചെയ്തതിനെക്കുറിച്ചും വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല, ഈ ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞോ, ഈ ന്യൂസ് അറിഞ്ഞോ, ഈ വിഷയം അറിഞ്ഞോ എന്നുള്ളത് അറിയില്ല. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മ്യൂസിക് അല്ലേ, നമ്മൾ നല്ല രീതിയിൽ വിചാരിക്കുന്ന, ദൈവികമായി വിചാരിക്കുന്ന പല കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് വലിച്ചഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഹാസ് നോ റിലിജിയൻ, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ 80കളിൽ ജനിച്ച എനിക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഇന്ന് ഞാൻ വീണ്ടും പല വീഡിയോസിലൂടെ ഇതൊക്കെ പറയേണ്ട സിറ്റുവേഷൻ വന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിനാരിയോയിലൂടെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. വിഷയം നന്ദഗോവിന്ദം ഭജൻസ് കോട്ടയത്തിലെ ഒരു ക്ഷേത്രത്തിൽ പ്രോഗ്രാമിന് വന്ന സമയത്ത് അവർ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാം നടക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് പാർക്കിംഗ് ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഈ പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി ഒരു പാർക്കിംഗ് ഇങ്ങനെ ഒരു ഇൻട്രോ പോലെ പറയുന്നു, പള്ളിയാണ് നമുക്കിതാക്കിയിട്ട് ഞങ്ങളിവിടെ പഠിച്ച് വളർന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ക്രിസ്ത്യൻ സോങ് ഭജന രൂപത്തിൽ, അതാണ് ഇപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് കേട്ടത്. ഇവർ ആലപിക്കുന്നു. ഇവർ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു ഇൻട്രോ കൊടുത്തതിന് ശേഷമാണ് ഇവർ ഭജന ആലപിക്കുന്നത്. കേട്ടവർക്കൊക്കെ ഭയങ്കര, ഞാൻ അവിടെ പോയിട്ടുള്ള നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇൻക്ലൂഡിങ് ആക്ടർ ജിഷിൻ, ബിഗ് ബോസിലുണ്ടായിട്ടുള്ള ജിഷിനും വൈഫും, ജിഷിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് ആൾക്കാരോട് നമ്മൾ സംസാരിച്ച സമയത്തും അവരെല്ലാവരും ആസ്വദിച്ചു, ഭയങ്കര ഹാപ്പിയായി അവർ. ബിക്കോസ് നമ്മളെ നാട് അറിയപ്പെടുന്നത് മതസൗഹാർദ്ദം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ക്രിസ്ത്യൻ ഭക്തിഗാനം ഭജന രൂപത്തിൽ പാടി. ഇത് അവർ ഇൻട്രോ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ പാട്ട് കേട്ട എനിക്കോ അവിടെ കൂടിയ ആൾക്കാർക്കോ ഇത് ഒരു ക്രിസ്ത്യൻ ഗീതമാണെന്നുള്ളത് അറിയേയില്ല അത്ര. പക്ഷേ ഇത് വിഷയമാക്കി. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അതാണ്. ഇതൊക്കെയാണ് വിഷയം. മ്യൂസിക് ഹാസ് നോ റിലിജിയൻ. അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷമായിട്ട് മതസൗഹാർദ്ദമായിട്ട് നമ്മൾ കഴിയുന്ന സംഗതി ചില ആൾക്കാർക്ക് പിടിക്കില്ല. ഇത് വിഷയമാക്കി. ആരാണ് വിഷയമാക്കിയത്? തുടക്കം എവിടെ നിന്നാണ്? നന്ദഗോവിന്ദം ഭജൻസ് എന്നതിനെ പേര് മാറ്റി. ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു പുതിയ പേര്, നന്ദകുന്തിരിക്കം ഭജൻസ്. ഇതാരാ പറഞ്ഞെന്നറിയോ? നിങ്ങളിപ്പോൾ ന്യൂസ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. പലരും പല രീതിയിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. സമകാലികം മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിലാണ് ഞാൻ ഈ ഒരു ന്യൂസ് കാണുന്നത്. ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിയിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയ നന്ദഗോവിന്ദം ഭജൻസ് ടീമിനെതിരെ വിമർശനവുമായി ഹൃദയവിദ്യ ഫൗണ്ടേഷൻ ചെയർമാൻ വിദ്യാസാഗർ ഗുരുമൂർത്തി. ഇയാൾ ആരാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പക്ഷെ ആരായാലും എനിക്കിപ്പോൾ ഇനി അയാൾ ആരാന്ന് അറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എൻ്റെ തോട്ടൽ പ്രോസസ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ചങ്ങായി എഴുതിയിട്ടുള്ളത്. നന്ദകുന്തിരിക്കം ഭജൻസ് ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച നന്ദഗോവിന്ദത്തിനെതിരെ വിമർശനം. വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നാണ് ഈ ചങ്ങാതിൻ്റെ പ്രൊഫൈൽ. 2 ദിവസം മുന്നേ ക്ഷേത്രവേദികൾ ക്രിസ്തീയ ഗാനങ്ങൾ പാടാൻ ഉപയോഗിക്കരുത്. ഹിന്ദുക്കളുടെ ചെലവിൽ പ്രശസ്തി നേടിയ ശേഷം ഹല്ലേലൂയ പാടുന്നത് വലിയ തെറ്റാണ്. നന്ദകുന്തിരിക്കം ഭജൻസ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഇയാളെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അല്ലാത്തവരുണ്ടെങ്കിൽ തുടർന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് 2ാമത്തെ ചാനലാണ്. ശ്രീജിത്ത് ചുമണ്ട് കേട്ടോ, തൊണ്ട മോശം. ശ്രീജിത്ത് അൺകട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ 2ാമത്തെ ചാനലാണ് ഈ വീഡിയോ. ഈ ചാനൽ മിക്കവാറും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എന്തായാലും ഈ ചങ്ങാതി
ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് നന്ദഗോവിന്ദം ഭജൻസിനെ നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇതേ സാധനം മനോരമ റിപ്പോർട്ട് ചെയ്ത് നോക്കി നോക്കൂ. ഒരു മിനിറ്റ്. ഇതാ യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ പിറന്ന ഈ പരദേവനഹോ എന്ന, ഞാനങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ ആ പാട്ട്, സോറി, എന്ന ഗാനമാണ് നന്ദഗോവിന്ദം ഭജൻസ് ഭക്തി സാന്ദ്രതയോടെ ആലപിച്ചത് എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അപ്രീസിയേഷനാണ് ഈ ഒരു മനോരമയുടെ ന്യൂസിൽ വന്നിട്ടുള്ളത്. മറ്റേ ചങ്ങായിൻ്റെ അടിയിൽ കമൻസ് ഇങ്ങനെയാണ്: ഇപ്പോൾ ഈ ഭജൻ ഗ്രൂപ്പ് പ്രശസ്തമായത് എന്തുകൊണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വീണ്ടും താഴേക്ക് പോകേണ്ടെങ്കിൽ ഇത്രയും കോപ്രായങ്ങൾ കാട്ടാതിരിക്കണം. അതായത് ക്രിസ്ത്യൻ സോങ്. ഓവർ റേറ്റഡ് ഉടായിപ്പ് ഭജന ചെക്കന്മാർ കാശിന് വേണ്ടി എന്തും ചെയ്യുന്നു, വെറും തറകളെന്ന് വ്യക്തമായി. പിന്നെ ഈ ക്രിസ്തീയ ഗാനാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതേ ഒരുപാട് ഇഷ്ടമുള്ള ഭജൻ ഗ്രൂപ്പിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. മതേതരത്വം തലക്കി പിടിച്ചു. ദേ ആർ ഇൻ ഹൈറ്റ്സ് ഓഫ് പോപ്പുലാരിറ്റി. നത്തിങ് ഷുഡ് ഗ്രോ ബിയോണ്ട് എ പോയിൻറ്റ്, നീഡ് സംതിങ് ടു ഫോൾ. ഈ വിദ്യാസാഗർ ഗുരുജി ഈ ജഗന്നിലെ ഗുരുമൂർത്തി, അയാൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ പേരിനൊപ്പം അഹങ്കാരവും കൂടുന്നു. വന്ന വഴി മറക്കരുത്. ശുംഭന്മാർ അവർ പാടിയത് ക്ഷേത്രത്തിലല്ല എന്ന് അവർ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരോട് ക്രിസ്ത്യൻ പാട്ട് പാടാൻ ക്രിസ്ത്യാനികൾ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെയൊക്കെ സംഭവം, ഇതിന് യഥാർത്ഥ വേർഷൻ എന്താണെന്നുള്ളത് അവർ തന്നെ വളരെ കൃത്യമായിട്ട് ഇൻട്രോയിൽ പറയുന്നുണ്ട്. ഞാൻ അതും കൂടി വെച്ചുതരാം. ആ പാട്ട് പല ആൾക്കാരും ക്ലിയറായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങളത് കാണൂ. അത് കണ്ടാൽ ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യൻ ഭക്തിയാണെന്ന് തോന്നില്ല. ഇനി തോന്നിയാൽ തന്നെ ഞങ്ങളുടെ അവിടെ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 9th 10th പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ മഞ്ചേരി കാളികാവ് അമ്പലമുണ്ട്. കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുറത്ത് സ്റ്റേജിലാണ്, അന്നത്തെ സ്ഥിതിയല്ല അന്ന് പല ആൾക്കാരുടെ മനസ്സൊന്നറിയാം, കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുറത്ത് സ്റ്റേജിൽ പണ്ട് മലപ്പുറത്തുള്ള പവിഴം ഓർക്കസ്ട്ര വന്നിട്ട് ഗാനമേള അവതരിപ്പിക്കും. അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 പാട്ട്, ഒന്ന് കാളിവേലമ്മയുടെ പാട്ട് പാടും, സ്തുതി, പിന്നെ വിഘ്നേശ്വരൻ്റെ പാട്ട്, അതിൻ്റെ കൂടെ അവർ മറ്റ് മതസ്ഥർ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഈ ഒരു പാട്ട് പാടിയിട്ടാണ് അവിടെ ഗാനമേള തുടങ്ങിയിരുന്നത്. ഇതിപ്പോൾ ഈ ക്രിസ്ത്യൻ ഹിന്ദു ഭക്തിഗാനം ആലപിച്ച് പ്രശസ്തി നേടിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒറ്റ കാര്യം, എൻ്റെ തോട്ട് ഇത്ര മാത്രമേ ഉള്ളൂ: മ്യൂസിക് ഹാസ് നോ റിലീജിയൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് അമ്പലങ്ങളിൽ വെക്കുന്ന എല്ലാ പാട്ടുകളും, ചന്ദന ചർച്ചിത നീലകളെ എന്ന് പറയുന്ന മയിൽപ്പീരിയിലെ ദാസേട്ടൻ, ഹരിവരാസനം, അങ്ങനെ ഏത് പാട്ട്, ചെമ്പയ്ക്കുനാഥം നിലച്ചപ്പോൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഇതെല്ലാം ദാസേട്ടൻ യേശുദാസ് പാടിയതാണ്. ഇനി ഞാൻ ഇവരുടെ ആ ഒരു എന്താണ് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ളത് ആ ഒരു പോർഷൻ വയ്ക്കാം. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട്, നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ?
ഈ പാട്ടിൽ കേട്ട സമയത്ത് എവിടെയെങ്കിലും ഇത് ക്രിസ്ത്യൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇവരിത് ഇൻട്രോ കൊടുക്കാണ്ട് പാടിയിരുന്നെങ്കിൽ അവിടെയുള്ള ഒരാൾക്കും മനസ്സിലാവില്ല എന്നുള്ളത് ആ സദസ്സിൽ ഈ പാട്ട് കേട്ടിരുന്നൊരു വ്യക്തി തന്നെ എന്നോട് പറഞ്ഞു. ഓക്കെ, പക്ഷെ നമ്മുടെ നാടിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിതയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കുറച്ച് വർഗീയത കൂട്ടിക്കലർത്തുക. വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നു. പ്ലീസ് റെസ്പെക്റ്റ്ഫുള്ളി എല്ലാ റിലീജിയനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അത്രമാത്രം റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.